സ്വാഗതം. എൻ്റെ ഒരു അറിവ് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നത്. താങ്കൾ അഫർമേഷൻസ് പറയുന്ന ആളാണോ? അഫർമേഷൻസ് എഴുതുന്ന ആളാണോ? വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആളാണോ? ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? സമാനമായിട്ടുള്ള ഒരു ഇതിലൂടെ കുറേ കാലം കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വന്നപ്പോഴാണ് യാദൃശികമായി എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, താങ്കൾ സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല എന്ന്. ഈ സ്വിച്ച് വേർഡ്സ് വളരെ പവർഫുൾ ആണ്, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ എനിക്ക് അബണ്ടൻസ് ആണ് ഞാൻ ആദ്യം അട്രാക്ട് ചെയ്യാൻ നോക്കിയത്. അബണ്ടൻസ് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരും അത് ഉപയോഗിച്ചിട്ട് അവരും റിസൾട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ എന്താണ് സ്വിച്ച് വേർഡ്സ്, എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഒരു ആത്മീയ യാത്രയുടെ ഭാഗമായി മലയാളത്തിൽ ടാരോ കോച്ചിങ് നടത്തുന്നു. ടാരോയുടെ കൂടെ തന്നെ പെൻഡുലം ഡൗസിങ്, ആകാശിക് ഹീലിംഗ്, ന്യൂമറോളജി എന്നിവയും പഠിപ്പിക്കുന്നുണ്ട്. താങ്കൾക്ക് ടാരോ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാം. അപ്പോൾ സ്വിച്ച് വേർഡ്സിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം. എന്താണ് സ്വിച്ച് വേർഡ്സ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. 6 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് സ്വിച്ച് വേർഡ്സ് എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്. യെസ്. സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകളാണ്. വാക്കുകളുടെ ശക്തി നമുക്കറിയാം. ആ വാക്കുകളാണ് മന്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. വാക്കുകളാണ് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, ചെയ്യിക്കുന്നത്. വാക്കുകളാണ് ഒരു ഹൃദയത്തിനെ തകർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വാക്കുകൾക്ക് അസാമാന്യമായിട്ടുള്ള ശക്തിയുണ്ട്. എവിടെ ശക്തിയുണ്ട്? നമ്മുടെ ഉപബോധ മനസ്സിൽ. എന്ത് വാക്കുകളാണോ നമ്മൾ ഉപബോധ മനസ്സിനോട് പറയുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഉപബോധ മനസ്സിനെ ഉണർത്താനായി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സ്വിച്ച് വേർഡ്സ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വാക്കുകൾക്ക് വൈബ്രേഷണൽ പവർ ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ക്ഷേത്രത്തിലൊക്കെ മണി അടിക്കുന്ന കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ശബ്ദത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. പള്ളിയിൽ നിങ്ങൾ മണി കണ്ടിട്ടുണ്ടോ? എന്താണ്? ആ ശബ്ദത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സിനെ ഉണർത്താൻ കഴിയും. അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിനെ ഉണർത്തി കാലങ്ങളായി അവിടെ അടിഞ്ഞുകൂടിയ ആ നെഗറ്റീവ് ഇത് മാറ്റി ആ പോസിറ്റീവ് ഇതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന വാക്കുകളാണ് ഈ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആഴത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഹോപ്പിനോപോനോ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിന്റെ ഒരു ഭാഗത്ത് നിന്ന് വന്നതായിരിക്കണം. ഹോപ്പിനോപോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 ഫ്രേസാണ് അതിൽ ഉപയോഗിക്കുന്നത്, ജോ വൈറ്റാലിയിൽ. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ മാറ്റങ്ങൾ വരികയും അതിലൂടെ താങ്കൾക്ക് ഒരു നല്ല ഒരു പോസിറ്റീവ് ഇത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ലോ ഓഫ് അട്രാക്ഷന് സമാനമായിട്ടുള്ളത് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് നാം ആഗ്രഹിക്കുന്നത്, എന്താണ് നാം ഫീൽ ചെയ്യുന്നത്, അത് നമ്മളിലേക്ക് വരും എന്നാണ് വിശ്വാസം. സമാനമായ രീതിയിൽ ഈ വാക്കുകൾ താങ്കളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ രണ്ടാമത് അറിയേണ്ടത്. പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ശബ്ദം എന്ന് പറയുന്നത് വൈബ്രേഷനാണ്, അർത്ഥങ്ങളല്ല. ഉദാഹരണത്തിന് ഓം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് ഓംകാരം എന്ന് പറയുന്നത്. അതിൻ്റെ വൈബ്രേഷനാണ്. ശരിക്കും നമ്മളത് ഇരുന്ന് ഒരു യഥാർത്ഥത്തിൽ ഓം ഉച്ചരിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ആ ബോഡിയിലുള്ള വൈബ്രേഷൻ നമുക്കത് സ്ഥിരം ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. സമാനമായ രീതിയിൽ തന്നെയാണ് സ്വിച്ച് വേർഡ്സും വർക്ക് ചെയ്യുന്നത്. വാക്കുകൾ അത് വൈബ്രേഷൻ ഉണ്ടാക്കും. ആ വൈബ്രേഷൻ ഉണ്ടാക്കുമ്പോൾ ആ നെഗറ്റീവ് ഇത് മാറും. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ രാത്രി വവ്വാലുകൾ അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? വൈബ്രേഷൻസിലാണ്. സമാനമായ രീതിയിൽ നമ്മുടെ ചിന്തകളെ മാറ്റി പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസിലേക്ക് നമ്മൾ എത്തിക്കാനാണ് ചെയ്തത്. ഇത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വൈബ്രേഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അത് മാറ്റി പോസിറ്റീവായിട്ടുള്ളത് വരുന്നതാണ്. തികച്ചും സംശയത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതിനെ സമീപിച്ചത്. ഇതെല്ലാം വെറും പറ്റിപ്പാണെന്നാണ് വിശ്വസിച്ചത്. അപ്പോൾ ഞാൻ പ്രവർത്തിച്ച് നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പരീക്ഷണം നടത്താം. അങ്ങനെ കഴിഞ്ഞ മാർച്ച് അവസാനം ഞങ്ങളൊരു പരീക്ഷണം നടത്തി. 60 ദിവസം നമ്മൾ പരീക്ഷിച്ച് നോക്കും. ജൂൺ ആദ്യം നമ്മൾ നമ്മുടെ റിസൾട്ട് ഷെയർ ചെയ്യുന്നു. ഇതുപയോഗിച്ച ഒരുപാട് പേര് എൻ്റെ വിദ്യാർത്ഥികൾ പറഞ്ഞത് വലിയ ശതമാനം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു സാറേ, വളരെ ഇത് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിലൂടെ താങ്കൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് പ്രൂവൺ സിസ്റ്റം മാത്രമേ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളൂ. ഇനി അഫർമേഷൻസും സ്വിച്ച് വേർഡ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം. അഫർമേഷൻസ് എന്ന് പറയുന്നത് നല്ലതാണ്. അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മനസ്സ് തന്നെയാണ്. നമുക്കറിയാലോ, ബോധ മനസ്സിനെയാണ് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്.
ബോധ മനസ്സിൽ എന്ത് പറഞ്ഞാലും ഉപബോധ മനസ്സ് വിശ്വസിക്കുന്നത് മാത്രമേ നേടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്നുണ്ട്. ബുക്ക് പെട്ടെന്ന് ഇവിടെ കാണാനില്ല. അപ്പോൾ സമാനമായ രീതിയിൽ നമ്മുടെ ബോധ മനസ്സിൽ പറയുന്നതല്ല, അവബോധ മനസ്സിൽ പറയുന്നതാണ് പ്രവർത്തിക്കുക എന്നാണ് സത്യം. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഐ ആം സ്ട്രോങ്, ഐ ആം സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് പറയുന്നുണ്ട് ഞാൻ ശക്തനാണ്, ഞാൻ സക്സസ്ഫുൾ ആണെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ അത് അവബോധ മനസ്സ് വിശ്വസിക്കണം. ഓക്കെ, ഞാൻ ശക്തനാണെന്ന് 1000 വർഷം പറയുമ്പോഴും അവബോധ മനസ്സ് ഉള്ളിലുള്ള ആൾ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ പുറമേക്ക് നമുക്കൊരു കാലം വരെ ഇതാക്കാൻ പറ്റുള്ളൂ. അതേസമയം സ്വിച്ച് വേർഡ്സ് ആണെങ്കിലോ അത് അവബോധ മനസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥിരം പറയുമ്പോൾ നമ്മുടെ അവബോധ മനസ്സിൻ്റെ വൈബ്രേഷൻ മാറുകയും അത് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇത് ഫീൽ ചെയ്ത് പറയണം. ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് പറയണം. അല്ലാതെ വെറുതെ നമ്മൾ ഈ പണ്ട് ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്, 8 9 പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡോടാണ് സംസാരിക്കേണ്ടത്. ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങളിത് ശ്രമിച്ചു നോക്കൂ. ഇത് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 4 വാക്കാണ് പറയേണ്ടത്. ടുഗദർ ഡിവൈൻ കൗണ്ട് ബി. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ടുഗദർ ഡിവൈൻ കൗണ്ട് ബി. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ടുഗദർ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സ്വിച്ച് വേർഡാണ്. സ്വിച്ച് വേർഡ്സിൽ തന്നെ മാസ്റ്റർ സ്വിച്ച് വേർഡ്സും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ടുഗദർ എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ട് വാക്കാണ്. എപ്പോഴും നമ്മളറിയണം, ഒരുമിച്ച് മാത്രമേ നമുക്ക് എല്ലാം നേടാൻ കഴിയുള്ളൂ. അതാണ് ടുഗദർ എന്ന് പറയുന്നത്. ഡിവൈൻ എന്ന് പറയുന്നത് നമ്മളൊരു മിറക്കിൾ അല്ലെങ്കിൽ ആ ഉയർന്ന ശക്തിയെ തന്നെ വിളിക്കുകയാണ്. അതായത് ഒരുമിച്ച് ആ ഡിവൈൻ ശക്തി നമുക്ക് വരണം എന്നുള്ളതാണ്. മൂന്നാമത്തത് കൗണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും ഫിനാൻസിന് മണിയുടെ ശബ്ദം എന്ന് പറയും. അത് കൗണ്ട് ചെയ്യാനതാകണം, ആ ഫിനാൻഷ്യൽ ഫ്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഉപബോധ മനസ്സിൽ പറയണം ടുഗദർ, ഒരുമിച്ച് ഒരു മിറക്കിൾ കൗണ്ട് എന്ന് വരട്ടെ. ബി എന്ന് പറയുന്നത് ലവ്, പീസ്, സക്സസ് എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ് ആണ്, അവിടേക്ക് എത്തിക്കുക തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മന്ത്രം പറയുന്നത് പോലെ ഒരു 10 ദിവസം രാവിലെയും വൈകുന്നേരവും നമ്മൾ രാവിലെ എണീറ്റിട്ടും ഉറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ ടുഗദർ ഡിവൈൻ കൗണ്ട് ബി പെട്ടെന്ന് ഓർക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഉറക്കെ പറയാം, മനസ്സിൽ പറയാം, വിസ്പർ ചെയ്യാം. വിസ്പർ ചെയ്യാൻ സ്വകാര്യം പറയുന്ന പോലെ പറയാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ടുഗദർ ഡിവൈൻ കൗണ്ട് ബി, ടുഗദർ ഡിവൈൻ കൗണ്ട് ബി എന്ന് പറയാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പറയാം. ടുഗദർ ഡിവൈൻ കൗണ്ട് ബി, ഡിവൈൻ കൗണ്ട് ബി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി മനസ്സിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഫീൽ ചെയ്ത് പറയണം എന്നുള്ളതാണ്. മന്ത്രാസ് ചാൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ നല്ലതാണ്. 10 20 108 തവണയൊക്കെ. 108 പോകണ്ട, അത് വളരെ ഇതായി പോകും. ഇത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ജേർണൽ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം ടുഗദർ ഡിവൈൻ കൗണ്ട് ബി. അപ്പോൾ മനസ്സങ്ങോട്ട് പ്യുവർ ആവും, പ്യൂരിഫിക്കേഷൻ ആവും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യത്തിനാണ് ഇൻറ്റൻഷൻ. നമ്മൾ പറയുമ്പോൾ ആ ഫിനാൻഷ്യൽ അബണ്ടൻസ് നമുക്ക് വരാനുള്ള ഇത് നമുക്ക് വേണം. ഉദ്ദേശം, റെപ്പറ്റീഷൻ, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് നമുക്ക് ഇതിനെ പറയാം. വൈബ്രേഷൻസ്, അത് പറയുമ്പോൾ ശരീരത്തിൽ വൈബ്രേഷൻ മനസ്സിലുണ്ടാവേണ്ടത് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയാലുവാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ശ്രമിച്ചു നോക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു കുറവ് കൊണ്ട് താങ്കൾക്ക് ഒരു അബണ്ടൻസ് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഇത് വളരെയധികം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് ആയോ എന്ന് എനിക്കറിയില്ല, ഉണ്ടാവാം, ഞാൻ കണ്ടുവരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇത് ശ്രമിച്ചു നോക്കൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം ഫിനാൻഷ്യലി വന്നാൽ അതാണ് ഈ വീഡിയോയുടെയും ഈ സന്ദേശത്തിൻ്റെ വിജയം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കണ്ടുകിട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. താങ്ക് യു.